എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ചെയ്യാൻ നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ടാ? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ട അതെ. ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ ഒരു രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഞാൻ ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ?